ക്ലൈമാക്സ് ഇത്തിരി ഷോക്കിംഗ് ക്ലൈമാക്സ് ആയിരുന്നു. മറ്റേ കുരങ്ങ് ബൊമ്മ ഈ ഡയറക്ടറിൻ്റെ പഴയൊരു പടമാണ്. അപ്പോൾ അതിലിതുപോലെ തന്നെ കുറച്ച് അങ്ങനെ പോയിട്ട് അവസാനമാണ് അത് ക്ലിയർ ആവുന്നത്. ഒരു ഞെട്ടല്ല, അതുപോലെ ഒരു സാധനം ഇതിനകത്തുണ്ട്. കുറച്ച് ലോജിക് പ്രശ്നങ്ങളുണ്ടാകുന്ന കാര്യമൊക്കെ ഉണ്ട്. വർത്താണ് തിയേറ്ററിൽ. വിജയ് സേതുപതിയുടെ ഒരു തിരിച്ചുവരവ് അല്ലേ? തീർച്ചയായും. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? நாகர்கோவில் படம் எப்படி இருக்கு? படம் சூப்பராக இருக்குது, ரொம்ப நல்லா இருக்கு. விஜய் சேதுபதி ஆக்டிங் நல்லா இருக்கு. இந்த பாலிவுட் ஸ்டார் அவரும் ரொம்ப சூப்பராக ஆக்ட் பண்ணியிருக்காங்க. நல்ல மெசேஜ் இருக்கு மூவியில். கிளைமேக்ஸ் மிஸ் பண்ணிடாதீங்க. கிளைமேக்ஸ் தான் த ஸ்ட்ரென்த் ஆஃப் த மூவி. சேதுபதியோட கேரக்டர் எப்படி இருக்கு? கேரக்டர் ஆக்சுவலாக அந்த சைலண்டான ஒரு ஸ்ட்ராங் கேரக்டர். ஸோ நல்லா பண்ணியிருக்காங்க. ஹீரோயின்ஸ்லாம் பெருசாக படத்தில் ரோல் கிடையாது, ஹீரோயின்ஸே கிடையாது. ஆக்சுவலாக சொல்ல போனால் ஒரு அப்பா பொண்ணோட கதையை தான் ஸ்டார்டிங்லேருந்து யாராலையுமே கெஸ்ஸே பண்ண முடியாது இது என்ன சொல்கிறாங்கன்னு. செகண்ட் ஹாஃப் மேலே தான் ஆக்சுவலாக என்னங்கிறது தெரிய வரும். மூவி நல்ல மூவி. അടിപൊളി രക്ഷയില്ല, സൂപ്പർ പടം. എന്താണ് ഇഷ്ടപ്പെടുന്നത് പടത്തിൽ? റൈറ്റിംഗ് പിന്നെ ടൈം ലൈനും ഒരു രക്ഷയില്ല, സൂപ്പറായിട്ട് എടുത്തിരിക്കുന്നു. അടിപൊളി. എല്ലാവരും തിയേറ്ററിൽ തന്നെ. എങ്ങനെയുണ്ട് വിജയ് സേതുപതിയുടെ ആ ഒരു ക്യാരക്ടർ? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ല, അടിപൊളി. അനുരാഗ് കശ്യപ്പും അടിപൊളിയായിരുന്നു. പക്ക ഒരു ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റൊക്കെ ഉള്ള അടിപൊളി പടം. പടം കിക്കിടും. അതിൽ കൂടുതൽ എന്താ പറയാൻ, വിജയ് സേതുപതി ഒരു കിടിലൻ പെർഫോമൻസ് കാണാം. പിന്നെ ഡയറക്ടറിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും അത് തന്നെയാണ്. സിനിമ എന്താ പറയുക, തിയേറ്ററിൽ തന്നെ കാണാം. ഒരുപാട് ട്വിസ്റ്റ് ഉള്ള ഒരു സിനിമയാണ്. കിടിലായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു ക്യാരക്ടർ? എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാരക്ടറൊക്കെ സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കിടിലൻ പടം, അടിപൊളി. സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ല. അനുരാഗ് കശ്യപ്പും വിജയ് സേതുപതി ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ തന്നെ കാണണം. വേറെ എടുത്തു പറയാനുള്ള എന്താണ് ആ ഒരു ക്യാരക്ടർ അടിപൊളി, മേക്കിംഗ് അടിപൊളി, സ്ക്രീൻ പ്ലേ ആണ് എടുത്തു പറയാനുള്ള. ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ പ്ലേ, സ്റ്റോറി ടെല്ലിംഗ് എല്ലാം പൊളി. പടം നല്ല പടമാണ്, വർക്കാവും. ഒരു ഫാമിലി ഡ്രാമ മാത്രമല്ല. ഓക്കെ. എങ്ങനെയുണ്ടാ സേതുപതിയുടെ ക്യാരക്ടർ? എങ്ങനെ ഉണ്ടായിരുന്നു? സേതുപതി ഒരു ഫാമിലി മാൻ, ജെന്യുൻ മാൻ. ഫാമിലി ആയിട്ട് ഒരു പടമാണ്. പക്ഷെ പിന്നെ ആക്ഷനൊക്കെ ഉണ്ടെന്നാലും എപ്പോഴും തോന്നില്ല. പിന്നെ അവസാനം ചെറിയ സസ്പെൻസ് ഒക്കെ ഉണ്ട്. ആക്ഷൻ സീക്വൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല.